ഹായ് ഹലോ. ഇത് സൺഡേ സ്പെഷ്യൽ ഉപ്പുമാവാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ പെട്ടെന്ന്. ആദ്യം തന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ എടുക്കുന്നത് കുറച്ച് ക്യാരറ്റ്, കുറച്ച് സവാള, പിന്നെ ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി. പച്ചമുളക് എരിവിനനുസരിച്ച് ഒന്നോ രണ്ടോ ആവാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ വെജിറ്റബിൾസ് ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഉപ്പുമാവിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു കപ്പ് റവ എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇത് റോസ്റ്റഡ് റവയാണ്, എന്നാലും ഒന്നുകൂടെ ആ സമയത്ത് ചൂടാക്കി എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് അതെടുത്ത് മാറ്റിയതിന് ശേഷം മറ്റൊരു പാൻ വീണ്ടും ഫ്ലെയിം ഓണാക്കി വെച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു 1-1.25 സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. നെയ്യ് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈവശമുള്ള ഓയിൽ ഏതെങ്കിലും ആഡ് ചെയ്താൽ മതി. എന്നാലും നെയ്യ് കുറച്ചുകൂടി ടേസ്റ്റ് വരും. അപ്പോൾ പിന്നെ ഇതിൻ്റെ മെയിൻ സാധനങ്ങൾ എന്ന് പറയുന്നത് കാഷ്യൂ, കിസ്മിസ്, പിന്നെ ചിരകിയ തേങ്ങ, പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ നെയ്യിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കാഷ്യൂനട്ടാണ് കേട്ടോ. കാഷ്യൂനട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമ്മളത് കോരി മാറ്റിയതിന് ശേഷം ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ കിസ്മിസ് ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് വരുമ്പോഴേക്കും അത് മാറ്റിയതിന് ശേഷം പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, സവാള, അതുപോലെ തന്നെ ക്യാരറ്റ്, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് വാടി വരുമ്പോഴേക്കും ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും. നേരത്തെ കാണിച്ച 1 കപ്പ് ചിരകിയ തേങ്ങയെന്ന് കുറച്ചെടുത്ത് ഈ സമയത്ത് ഇട്ട് കൊടുക്കും. ഇനി വെള്ളം ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ കുറേശ്ശെയായിട്ട് ഈ വെള്ളത്തിലോട്ടിട്ട് ചെറുതായിട്ട് ഇളക്കി എടുക്കുക. റവ ഇട്ട് കൊടുക്കുന്ന സമയത്ത് വീഡിയോ റെക്കോർഡ് ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ റവ ഇട്ടതിന് ശേഷമുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന തേങ്ങയും അതുപോലെ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇതിലോട്ടിട്ട് ഒന്നുകൂടെ കട്ട മാറ്റി ഇളക്കിയതിന് ശേഷം ഒന്ന് കൂട്ടി വെച്ച് ഒരു 5 മിനിറ്റ് ഫ്ലെയിം ലോ ആക്കിയിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അനുവദിക്കുക. അതിനുശേഷം ഇത് തുറന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതെടുക്കുമ്പോൾ തന്നെ. അപ്പോൾ നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് ഇത് സെർവ് ചെയ്യാം. ഇപ്പോൾ ഈ ഞാൻ ഉണ്ടാക്കിയത് ഒരു 3 പേർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സുഖമായിട്ട് എടുക്കാം. പിന്നെ ഇതിന് എക്സ്ട്രാ കറിയൊന്നും ആവശ്യമില്ല, അത്ര നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്? വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.